നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തയിലേക്ക്. എംപാനൽ കണ്ടക്ടർമാരെ നിയമിക്കാനുള്ള സാധ്യത തേടിയുള്ള ഉദ്യോഗസ്ഥതല സമിതി യോഗം ഇന്ന്. ഗതാഗത സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് യോഗം. KSRTC MD ടോമിൻ തച്ചങ്കരി, ധനകാര്യ വകുപ്പ് സെക്രട്ടറി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എപ്പോഴാണ് ചർച്ച നടത്തുന്നത്? ആരൊക്കെയാണ് പ്രധാനമായും പങ്കെടുക്കുന്നത്? തന്നെ 11 മണിയോടുകൂടി ഗതാഗത വകുപ്പ് സെക്രട്ടറി ജ്യോതിലാലിന്റെ ചേംബറിലാണ് യോഗം നടക്കുന്നത്. ധനവകുപ്പ് സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി അല്ലെങ്കിൽ അവരുടെ പ്രതിനിധി, കൂടാതെ ഗതാഗത വകുപ്പ് സെക്രട്ടറി, KSRTC MD ടോമിൻ തച്ചങ്കരി എന്നിവരാണ് പ്രധാനമായി യോഗത്തിൽ പങ്കെടുക്കുക. നേരത്തെ പിരിച്ചുവിട്ട 4000-ഓളം വരുന്ന എംപാനൽ ജീവനക്കാരെ പുനർനിയമനം നടത്താൻ കഴിയുമോ എന്നുള്ള സാധ്യത പരിശോധിക്കാനാണ് പ്രധാനമായി യോഗം ഇന്ന് ചേരുന്നത്. ഇതിനു മുന്നോടിയായി കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും കൃത്യമായി ജോലിക്കെത്തിയിരുന്ന പാനൽ ജീവനക്കാരുടെയും നേരത്തെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എംപാനൽ കണ്ടക്ടർമാരുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന ചർച്ച ഇന്ന് നടക്കും. KSRTC ഉദ്യോഗസ്ഥതല സമിതിയാണ് യോഗം ചേരുന്നത്. ടോമിൻ തച്ചങ്കരി ഉൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ചർച്ചയിൽ പങ്കെടുക്കും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. സോളാർ പാനലും കാറ്റാടിപ്പാടവും സ്ഥാപിക്കാൻ വ്യവസായി TC മാത്യുവിൽ നിന്ന് 1.5 കോടി തട്ടിയ കേസിൽ ഇന്ന് വിധി. ബിജു രാധാകൃഷ്ണനും സരിതയുമാണ് പ്രതികൾ. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. മറ്റ് പാർട്ടികളിൽ നിന്നും സമീപകാലത്ത് BJPയിൽ ചേർന്നവർക്കുള്ള സ്വീകരണ സമ്മേളനം ഇന്ന്. തിരുവനന്തപുരത്ത് നടക്കുന്ന സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു ഉദ്ഘാടനം ചെയ്യും. TG സജിത്ത് ചേരുന്നു. സജിത്ത്, എപ്പോഴാണ് സമ്മേളനം ആരംഭിക്കുന്നത്? ആരൊക്കെ പ്രമുഖരാണ് BJPയുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്? ധന്യ, 10 മണിക്കാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. നവാഗത നേതൃസംഗമം എന്നതാണ് BJP ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. സമീപകാലത്ത് BJPയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നും BJPകളിലേക്ക് എത്തിയവർക്കുള്ള ഒരു സ്വീകരണ സമ്മേളനമായിട്ടാണ് BJP ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ശബരിമല സമരങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഏകദേശം 18,000-ഓളം പേർ വിവിധ സമയങ്ങളിലായി BJPയിലേക്ക് എത്തി എന്നതാണ് ഇവരുടെ അവകാശവാദം. മറ്റു പാർട്ടികളുടെ നേതൃതലങ്ങളിലൊക്കെ പ്രവർത്തിച്ച പലരും എത്തിയിരുന്നു. നേരത്തെ കോൺഗ്രസ് നേതാവ് രാമൻ നായർ അടക്കമുള്ളവർ വന്നതു. ഇതിന് പുറമെ നിരവധി പ്രവർത്തകരും വന്നു എന്നാണ് BJPയുടെ അവകാശവാദം. ഇവർക്കൊക്കെ ഒരു സ്വീകരണ സമ്മേളനം എന്ന തരത്തിലാണ് ഇന്ന് BJP പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന സമ്മേളനം BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ BJPയുടെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്, ദേശീയ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ നിരാഹാര സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് 10ാം ദിവസമാണ്. അവരുടെ ആരോഗ്യനില മോശമായിട്ടുണ്ട്. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവർ തയ്യാറായിട്ടില്ല. BJPയുടെ ദേശീയ നേതാക്കൾ ഇന്ന് ഈ സമരപ്പന്തലിലെത്തി ശോഭാ സുരേന്ദ്രനും പിന്തുണ അർപ്പിച്ചുകൊണ്ട് സമരപ്പന്തലിലെത്തും. ശരി സജിത്ത്. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി. തനിക്കെതിരെ BJP പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ അടക്കം വൻ ആക്രമണം നടത്തുകയാണ്. ഇങ്ങനെയാണെങ്കിൽ 100 വർഷം കഴിഞ്ഞാലും BJP ഇവിടെ അധികാരത്തിലെത്തില്ല. തന്റെ ഭാര്യയും തുഷാറിന്റെ ഭാര്യയും അടക്കം വനിതാ മതിലിൽ പങ്കെടുക്കും. BJP നിലപാടല്ല BDJSനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. BJPക്കാരിൽ നിന്ന് ഇത്തരം ഭീകരമായ ഒരു ആക്രമണം ഒരു പാർട്ടിയിൽ നിന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഇത്തവണ അവർ കാണിച്ച നാളെ കണ്ടാൽ മിണ്ടാനൊക്കാത്ത വിധത്തിലുള്ള തറവേല. തറവെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 100 കൊല്ലം കഴിഞ്ഞാലും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പോയാൽ അവർക്ക് ഇവിടെ ഭരിക്കാനൊക്കെ എന്നുള്ള കാര്യത്തിൽ അവർക്ക് പോലും യാതൊരു പ്രതീക്ഷയില്ല. എന്നെ ആക്രമിക്കാൻ ഞാൻ ഇവരുടെ ചെറിയ താമസിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട് മിസ്റ്റർ. ആ നിലപാടെടുക്കുമ്പോൾ ഇത്തരം വ്യക്തിഹത്യ ചെയ്യാൻ ഇവർക്ക് എന്ത് കാര്യം? എന്റെ ഭാര്യ, തുഷാറിന്റെ ഭാര്യ, അങ്ങനെ ഒക്കുന്നവരെല്ലാവരുടെ പേര് വരും. ഞാനെന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സംഘടിപ്പിക്കുന്നതും അവരുടെ ഓരോ പുറകിലുണ്ടാക്കി ഞങ്ങളെല്ലാവരും. വനിതാ മതിലിനെ പിന്തുണച്ച് എഴുത്തുകാരൻ M. മുകുന്ദൻ. സ്ത്രീകളുടെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ വനിതാ മതിൽ ഉയരേണ്ടതുണ്ടെന്നും നവോത്ഥാന വെളിച്ചം കെടുത്താനുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്നും M. മുകുന്ദൻ പറഞ്ഞു. എഴുത്തച്ഛൻ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു മുകുന്ദൻ നിലപാട് വ്യക്തമാക്കിയത്. നവോത്ഥാന വെളിച്ചം ഊതിക്കെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തന്നെ വേണം. പ്രതിരോധത്തിന്റെ ഒരു മാർഗമാണ് മതിലുകൾ. അവകാശങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള മലയാളി സ്ത്രീകളുടെ പ്രതിരോധമായി വനിതാ മതിൽ മാറുമെന്നും M. മുകുന്ദൻ പറഞ്ഞു. കേരളത്തിലെ സഹോദരിമാർ ലിംഗനീതിക്ക് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ പുതിയ ഭാഷയാണ് വനിതാ മതിൽ.
ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സമരമാണത്. അതാണ് വനിതാ മതിൽ. ദേവീ സങ്കല്പങ്ങളെ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന കേരളത്തിൽ സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈശ്വര സങ്കല്പത്തെ ഭഗവതി സങ്കല്പമായി കാണുന്ന നാടാണ് നമ്മുടേത്. നമ്മുടെ ഏറ്റവും ശക്തരായ ആരാധനാമൂർത്തികൾ സ്ത്രീകളാണ്. മുച്ചിലോട്ട് ഭഗവതിയും ചോറ്റാനിക്കര ഭഗവതിയും കൊടുങ്ങല്ലൂർ അമ്മയും സ്ത്രീകളാണ് ഏറ്റവും കരുത്തരായിട്ടുള്ള നമ്മുടെ ആരാധനാ മൂർത്തികൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാത്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എഴുത്തച്ഛൻ പുരസ്കാരം എം മുകുന്ദന് സമ്മാനിച്ചത്. മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്താതെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോഴാണ് മറുപടി പ്രസംഗത്തിൽ എം മുകുന്ദൻ നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ഹെലികോപ്റ്റർ ഹാങ്ങറിന്റെ വാതിൽ തകർന്നു വീണ് മരിച്ച നാവിക ഉദ്യോഗസ്ഥരുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് കൈമാറും. മൃതദേഹം നിലവിൽ നാവിക ആസ്ഥാനത്തെ സഞ്ജീവനി ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇന്നലെ രാവിലെയാണ് ഹരിയാന സ്വദേശി നവീൻ, രാജസ്ഥാൻ സ്വദേശി അജിത് സിംഗ് എന്നിവർ നാവിക ആസ്ഥാനത്തുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. പ്രവാസികളുടെ മൃതദേഹം തൂക്കി നോക്കി വിലപേശുന്ന എയർ ഇന്ത്യക്കെതിരെ വ്യാപക പ്രതിഷേധം. പെട്ടി ഉൾപ്പെടെ തൂക്കി 1 കിലോയ്ക്ക് ഈടാക്കുന്നത് 300 രൂപയാണ്. ഒരു മൃതദേഹം നാട്ടിലെത്തിക്കാൻ എയർ ഇന്ത്യ വാങ്ങുന്നത് 1.5 ലക്ഷം രൂപ വരെയാണ്. മിക്ക രാജ്യങ്ങളും സ്വന്തം പൌരന്മാരുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുമ്പോഴാണ് എയർ ഇന്ത്യയുടെ മനുഷ്യത്വരഹിതമായ നടപടി. ജീവിതം തേടി മറുകര എത്തിയവർ അവിടെ മരിച്ചാൽ നാട്ടിലുള്ള ബന്ധുക്കൾ കടക്കണിയിലാകും. വിദേശത്തു നിന്നും മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യക്കാർ ചെലവിടേണ്ടി വരുന്നത് 1.5 ലക്ഷത്തോളം രൂപയാണ്. എയർ ഇന്ത്യ നിരക്കു നിശ്ചയിക്കുന്നത് തൂക്കി നോക്കിയാണ്. കിലോക്ക് തുക 300 രൂപ. ഒരു മൃതദേഹത്തിന് പെട്ടിയടക്കം 100 കിലോ വരും. ഒപ്പം എംബാമിനും കൂട്ടിന് വരുന്ന ആളുടെ ടിക്കറ്റ് നിരക്കും കൂട്ടുമ്പോഴാണ് ലക്ഷത്തിന്റെ കണക്ക്. എയർ ഇന്ത്യയുടെ ഈ നിലപാടിനെതിരെ പ്രവാസി സംഘടനകൾ പ്രതിഷേധമുയർത്തി കഴിഞ്ഞു. മലബാർ ഡെവലപ്മെന്റ് ഫോറം ചെയർമാൻ KM ബഷീറിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരം തുടരുകയാണ്. മരണാനന്തരമെങ്കിലും ക്രൂശിക്കാതെ പീഡിപ്പിക്കാതെ അവരുടെ മൃതശരീരം നാട്ടിൽ സർക്കാർ ബഹുമതികളോടെ കേന്ദ്ര സർക്കാരിന്റെ ചെലവോടുകൂടി സ്വദേശത്തെത്തിക്കണം. അല്ലാതെ മാംസമോ മത്സ്യമോ തൂക്കുന്നത് പോലെ തുലാസി തൂക്കിയിട്ട് വെയിറ്റ് കണക്കാക്കി കിലോ ഇത്ര അതിനുള്ള വില തൂക്കി മൃതദേഹത്തെ നാട്ടിലേക്ക് ആനയിക്കുന്ന കണ്ണിച്ചോരയില്ലാത്ത നടപടിക്കെതിരെയാണ് MDF സമരരംഗത്തിറങ്ങിയത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഗൾഫ് നാടുകളിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 28,523 ഇതിൽ വലിയൊരു ശതമാനം മലയാളികളാണ്. അയൽ രാജ്യങ്ങളിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സൗജന്യമായിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ലക്ഷങ്ങൾ ചെലവാകുന്നത്. മൃതദേഹത്തിന്റെ തൂക്കം നോക്കിയതിന് ശേഷം കിലോ 300 രൂപ എന്ന കണക്കിലാണ് ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് വളരെ ആവിഷ്കൃതവും ഒരു മനുഷ്യത്വരഹിതവുമായ ഒരു സംഗതിയാണ്. പലപ്പോഴും സാമൂഹിക പ്രവർത്തകരുടെ കനിവിലാണ് പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. പലരെയും ബന്ധുക്കൾക്ക് അവസാനമായി കാണാൻ പോലും അവസരം ലഭിക്കാതെ ഗൾഫ് നാടുകളിൽ തന്നെ സംസ്കരിക്കേണ്ടിയും വരുന്നു. എയർ ഇന്ത്യയുടെ മനുഷ്യത്വവിരുദ്ധമായ സമീപനത്തിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പ്രവാസി സംഘടനകൾ. ന്യൂസ് 18 ഡൽഹി, കോഴിക്കോട്. റഫാൽ അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ഇന്നലെ മുത്തലാഖ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും JPC അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ ബഹളമുയർത്തും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തത്തെപ്പറ്റിയുള്ള ചർച്ച ലോക്സഭാ നടപടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈയിലെ ചെമ്പൂരിൽ ബഹുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. അഗ്നിശമന സേനാംഗം ഉൾപ്പെടെ 2 പേർക്ക് പൊള്ളലേറ്റു. നഗരത്തിലെ തിരക്കേറിയ ചേരി പ്രദേശമായ ചേമ്പൂരിലുള്ള സർഗം സൊസൈറ്റിയുടെ ഫ്ളാറ്റിന്റെ 11ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടം നടന്നത്. 15 അഗ്നിശമന സേനാ യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇന്തോനേഷ്യയിലെ അനക് ക്രാക്കതൗ അഗ്നിപർവ്വതം വീണ്ടും പുകഞ്ഞു തുടങ്ങിയതോടെ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കഴിഞ്ഞയാഴ്ച അഗ്നിപർവ്വതത്തിൽ സ്ഫോടനം മൂലമുണ്ടായ സുനാമിയിൽ 430-ലധികം പേർ മരിച്ചിരുന്നു. അഗ്നിപർവ്വതം വീണ്ടും പുകഞ്ഞു തുടങ്ങിയതോടെ തീരദേശത്തുള്ളവരെ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ് അധികൃതർ. അനക് ക്രാക്കത്വ അഗ്നിപർവ്വതം വീണ്ടും സജീവമായതോടെ സുമാത്ര, ജാവ ദ്വീപുകളിലെ താമസക്കാർ ആശങ്കയിലായി. ഇന്തോനേഷ്യൻ ദുരന്ത നിവാരണ സേന 2ാം നമ്പർ ജാഗ്രതാ നിർദ്ദേശം ഇതേ തുടർന്ന് പുറപ്പെടുവിച്ചു. അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് അകലം പാലിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു.
നാവികസേനയുടെ പ്രത്യേക കപ്പൽ അഗ്നിപർവ്വതത്തിന്റെ സമീപത്തെത്തി കൂടുതൽ വ്യക്തമായ ചിത്രം പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. അഗ്നിപർവ്വതത്തിൽ നിന്നുയരുന്ന ചാരവും പുകയും കാരണം ഓസ്ട്രേലിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കുള്ള 20-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ സുനാമി തിരകൾ 430-ലധികം പേരുടെ ജീവനാണ് കവർന്നത്. 150-ലധികം പേരെ കാണാതായി. അഗ്നിപർവ്വതം വീണ്ടും ശക്തമായി പുകഞ്ഞു തുടങ്ങിയത് കണക്കിലെടുത്ത് ജാവ, സുമാത്ര ദ്വീപുകളിൽ കടൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. സുനാമിയെ തുടർന്ന് 16,000-ലധികം പേർ ഇപ്പോഴും അഭയകേന്ദ്രങ്ങളിലാണ് കഴിയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇറാഖിലേക്ക് നടത്തിയ അപ്രതീക്ഷിത സന്ദർശനത്തിന് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിൽ മടങ്ങിയെത്തി. മേരിലാൻഡിലുള്ള ജോയിന്റ് ബേസ് ആൻഡ്രൂസിലാണ് ട്രംപിനെ വഹിച്ചുകൊണ്ടുള്ള എയർഫോഴ്സ് നമ്പർ 1 ഇറങ്ങിയത്. ഇറാഖിൽ നിന്ന് മടങ്ങും വഴി ജർമ്മനിയിൽ ഇറങ്ങി അവിടെയുള്ള യുഎസ് എയർബേസിലെ സൈനികരെയും ട്രംപ് അഭിവാദ്യം ചെയ്തു. ഇറാഖിലെ യുഎസ് സൈനികരെ കാണാൻ ട്രംപും ഭാര്യ മെലീനയും ചേർന്ന് നടത്തിയ അപ്രതീക്ഷിത സന്ദർശനം വാർത്തകളിലും ഇടം പിടിച്ചിരുന്നു. സൗദി മന്ത്രിസഭയിൽ വൻ അഴിച്ചുപണി. ദീർഘകാലം വിദേശകാര്യമന്ത്രിയായിരുന്ന അദെയിൽ അൽ ജുബൈറിനെ സഹവിദേശകാര്യമന്ത്രിയായി തരം താഴ്ത്തി. ഇബ്രാഹിം അൽ അസഫാണ് പുതിയ വിദേശകാര്യമന്ത്രി. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷാ ചുമതലകൾ നിർവഹിക്കുന്ന പരമോന്നത സമിതിയിലും സൽമാൻ രാജാവ് മാറ്റങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് സമിതിയുടെയും തലപ്പത്തുനിന്ന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ ഒഴിവാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായി. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ വധത്തെ തുടർന്ന് പ്രതിക്കൂട്ടിലായ സൗദി ഭരണകൂടത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ മാറ്റമാണ് സൽമാൻ രാജാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറിയയിലുള്ള UAE എംബസിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. 7 വർഷമായി സിറിയയിലെ UAE എംബസി അടഞ്ഞുകിടക്കുകയായിരുന്നു. ആഭ്യന്തര യുദ്ധം രൂക്ഷമാവുകയും IS തീവ്രവാദികൾ പിടിമുറുക്കുകയും ചെയ്തതോടെ പല രാജ്യങ്ങളും സിറിയയിലുള്ള നയതന്ത്ര പ്രതിനിധികളെ തിരികെ വിളിച്ചിരുന്നു. UAE എംബസി തുറന്നതോടെ സിറിയൻ പ്രസിഡന്റ് ബാഷർ അസദിന് കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായി സഹകരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വിവാദം വിട്ടൊഴിയാതെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സ്റ്റേഡിയം RSSന് പരിപാടിക്കായി നൽകിയിട്ടില്ല എന്ന് പഞ്ചായത്ത് അധികൃതർ ആവർത്തിക്കുമ്പോഴും കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താൻ കഴിയുന്നില്ല. ഗ്രാമീൺ സ്പോർട്സ് അക്കാദമിയിലെ കായിക താരങ്ങളെ RSS പ്രവർത്തകർ തടയുകയാണെന്നാണ് പരാതി. വിവാദങ്ങൾക്കൊടുവിൽ കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇക്കാര്യം കാണിച്ചിറക്കിയ ഉത്തരവിൽ രാവിലത്തെ പരിശീലനത്തിനുള്ള സമയം വ്യക്തമാക്കിയിട്ടില്ല. പതിവ് സമയത്ത് പരിശീലനത്തിനെത്തിയ ഗ്രാമീൺ സ്പോർട്സ് അക്കാദമിയിലെ കായിക താരങ്ങളെയും പരിശീലകനെയും ഗ്രൗണ്ടിൽ RSS പ്രവർത്തകർ തടയുകയാണെന്നാണ് പരാതി. ദേശീയ സ്കൂൾ മീറ്റിനായി തയ്യാറെടുക്കുന്ന ജാവലിൻ താരത്തിനുൾപ്പെടെ മടങ്ങിപ്പോവേണ്ടി വന്നു. 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ള കുട്ടികളാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു 60-70 കുട്ടികളോളം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണിത്. വൈകിട്ടത്തെ പരിശീലന സമയം മാത്രം രേഖപ്പെടുത്തി ഉത്തരവിറക്കിയത് RSS പ്രവർത്തകരുടെ സൗകര്യത്തിന് വേണ്ടിയാണെന്നും ആരോപണമുണ്ട്. എന്നാൽ ഗ്രൗണ്ടും കമ്മ്യൂണിറ്റി സെന്ററും ഒരുമിച്ചാണ് പരിപാടിക്കായി വിട്ടുനൽകിയതെന്ന് തന്നെയാണ് RSSന്റെ പക്ഷം. താരങ്ങളെ തടഞ്ഞിട്ടില്ലെന്നും ക്യാമ്പ് നടത്തിപ്പുകാർ വിശദീകരിക്കുന്നു. പഞ്ചായത്ത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് നടത്താം. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് നമ്മളോട് ഗ്രൗണ്ട് ഇത്ര ദിവസമായി ക്യാമ്പ് തുടങ്ങിയിട്ട് ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല ആരെയും തടയാൻ വന്നു. RSS പരിപാടിയുടെ ഭാഗമായി വാഹനം കയറ്റിയും ബയോ ടോയ്ലറ്റുകൾക്ക് കുഴിയെടുത്തും ഗ്രൗണ്ട് നശിപ്പിക്കുകയാണെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവിട്ട് നവീകരിച്ച സ്റ്റേഡിയം കായികേതര ആവശ്യങ്ങൾക്കായി നൽകി തകർക്കരുതെന്നും ആവശ്യമുണ്ട്. CPM ഭരിക്കുന്ന പഞ്ചായത്തിന്റെ സ്റ്റേഡിയം RSS പരിപാടിക്ക് വിട്ടുകൊടുത്തതിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിലാണ്. ഇതിനെക്കുറിച്ച് CPMനുള്ളിലും എതിരഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ക്യാമറമാൻ ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. രവി പൂജാരിയുടേതെന്ന പേരിൽ ലീന മരിയ പോളിന് വന്ന ഫോൺ സംഭാഷണം ന്യൂസ് 18. വളരെ ഗൌരവതരമായ കാര്യമാണ് പറയാനുള്ളതെന്ന് പറയുന്നുണ്ട്. ഫോൺ സംഭാഷണത്തിലെ ശബ്ദം രവി പൂജാരിയുടേത് തന്നെയെന്ന നിഗമനത്തിലാണ് പോലീസ്. രവി പൂജാരി എന്ന് അവകാശപ്പെട്ട് നടിയും ബ്യൂട്ടി പാർലർ ഉടമയുമായ ലീന മരിയ പോളിന് വന്ന ഫോൺ കോൾ ലീനയുടെ മാനേജർ അഞ്ജലി മേത്തയാണ് അറ്റൻഡ് ചെയ്തത്. ലീനയ്ക്ക് സന്ദേശം അയച്ചിരുന്നെന്നും ഗൌരവതരമായ കാര്യം പറയാനുണ്ടെന്നും ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. ലീന ദുബായിലാണെന്ന് പറഞ്ഞ മാനേജറോട് ലീനയുടെ വിദേശത്തെ മൊബൈൽ നമ്പറും വിളിച്ചയാൾ ആവശ്യപ്പെട്ടു.
Sir, actually she's out of country, so she would be back only after 3 days. Which country? She's gone to Dubai. Dubai? Yes, sir. Do one thing, you give me her Dubai number, I'll talk to her. Sir, we don't have her Dubai number. She would be calling us, so when she calls, I'll ask her to call you. ഫോൺ കോളിലെ ശബ്ദം രവി പൂജാരിയുടേതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതടക്കമുള്ള ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡുകളും മെസ്സേജുകളും ലീന പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിനീത വിജി, ന്യൂസ് 18 കൊച്ചി. കോൺഗ്രസ് സ്ഥാപക ദിന പരിപാടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുന്നു. തത്സമയം നിർവഹിക്കുമെന്ന് നമുക്കൊക്കെ തന്നെ പ്രതിജ്ഞ എടുക്കാൻ ഈ അവസരം ഉപകരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ നിൽക്കുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും കടുത്ത വെല്ലുവിളിയാണ് നമ്മുടെ രാജ്യമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ കീഴിൽ ഈ രാജ്യത്തെ ജനങ്ങൾ, അതിൽ അവശ്യ ദുർബല ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, പിന്നോക്കക്കാരുണ്ട്, ഒന്നും ജീവിതത്തിൽ നേടാത്ത ലക്ഷോപലക്ഷം ആളുകളുണ്ട്. അവരെല്ലാം തന്നെ ഇന്ന് ഭീതിയിലും അതുപോലെ തന്നെ പരിഭ്രാന്തിയിലുമാണ് ജീവിക്കുന്നത്. അവർ മോചനത്തിന്റെ വഴി തേടിക്കൊണ്ട് ആര് ഞങ്ങളെ രക്ഷിക്കുമെന്ന രൂപത്തിൽ ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഒന്നിച്ചൊന്നായി അവരുടെ ആത്മരോധനം നമ്മളൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം തന്നെ നോക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാ കാലത്തും ഈ രാജ്യത്തെ ജനങ്ങളുടെ മോചനത്തിനു വേണ്ടി നിതാന്ത ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനം ഈ രാജ്യത്തെ ഇന്നത്തെ ദുരവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ രാജ്യത്ത് ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ആ ദൗത്യം കോൺഗ്രസ് നിർവഹിക്കും. ആ ദൗത്യത്തിൽ കോൺഗ്രസ് വിജയകരമായ പരിസമാപ്തിയിൽ എത്തിച്ചേരുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഭാരിച്ച ഉത്തരവാദിത്തമാണ്, ഭാരിച്ച ചുമതലയാണ് നമ്മുടെ ചുമലുകളിൽ ഇന്ന് ഈ രാജ്യം ചാർത്തിയിട്ടുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നും ജനങ്ങളോടൊപ്പം നിന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആസേദ് ഹിമാചൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 10 കോൺഗ്രസ്സുകാരനെങ്കിലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടോ, ഏതെങ്കിലും കുഗ്രാമത്തിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ എല്ലായിടത്തും പോകാൻ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് ലഡാക്കിലെ ഗ്രാമമാകട്ടെ, അല്ലെങ്കിൽ അരുണാചലിലെ കുഗ്രാമമാകട്ടെ, അതുമല്ല അല്ലെങ്കിൽ ഗുജറാത്തിലാകട്ടെ, രാജസ്ഥാനാകട്ടെ, മരുഭൂമിയുള്ള പ്രദേശത്താകട്ടെ, കടൽത്തീരത്താകട്ടെ, എല്ലായിടത്തും കോൺഗ്രസുകാരായിട്ടുള്ള 10 ആളുകളെ നിങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് വരുമ്പോൾ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പേരുകൾ ഈ രാജ്യത്തെ ജനകോടികളുടെ ഹൃദയത്തിലാണ് ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് എന്ന് കൂടെ തന്നെ ആ പ്രസ്ഥാനത്തെ തകർക്കാൻ, ആ പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്താൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഞാനിവിടെ പറയട്ടെ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനമായി നമുക്ക് മാറാൻ സാധിച്ചത്. പിന്നിട്ട 132 വർഷക്കാലം ഞാൻ വിശദമായി സംസാരിക്കേണ്ട കാര്യമില്ല. അത് ഈ നാട്ടിൽ ചരിത്രമാണ്. ഈ നാട്ടിന്റെ ചരിത്രത്തെ, ഈ നാട്ടിന്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലും സാധിക്കില്ല എന്ന് ഞാൻ പറയട്ടെ. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പേർത്തും പറയുന്നുണ്ട്, പ്രധാനമന്ത്രിയെക്കാളേറെ ഞാൻ ഈ രാജ്യത്തെ സ്വയം സേവകനാണ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. ആ സ്വയം സേവകൻ എന്ന് പറയുന്ന മഹാനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടി അല്ലെങ്കിൽ RSS ഈ രാജ്യത്ത് ആവിർഭിച്ചത് 1925 കാലത്താണ്. എല്ലാവർക്കും അറിയാം ചരിത്രം. മൊസോളിൽ നിന്ന് ആവേശം ആവാഹിച്ചുകൊണ്ടാണ് അത്തരമൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. എല്ലാ അർത്ഥത്തിലും ഒരു ഫാസിസ്റ്റ് സംഘടനയായിട്ടാണ് ആ സംഘടന ഈ രാജ്യത്ത് ബീജാഭാവം നടത്തിയിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്നു വരെയുള്ള ചരിത്രം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് സമരം നടത്തി. കോൺഗ്രസ് സ്ഥാപക ദിനാചരണ പരിപാടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ഭരണകൂടം നിശബ്ദരാക്കാൻ ശ്രമിച്ച കവികളുടെ കവിതകൾ കൊച്ചി ബിനാലയിലൂടെ ആസ്വാദകരിലേക്ക് എത്തിക്കുകയാണ് മുംബൈയിൽ നിന്നുള്ള കലാകാരി ശില്പ ഗുപ്ത. ഇരുട്ടിന്റെ പശ്ചാത്തലത്തിലുള്ള കവിതാ ആലാപനം ബിനാലയിലെത്തുന്ന സന്ദർശകർക്ക് നവ്യാനുഭവമാവുകയാണ്. ഭരണകൂടങ്ങൾ തടവിലാക്കിയ 100ഓളം കവികൾ. ഈ കവികളുടെ കവിതകൾ പുനഃസൃഷ്ടിക്കുകയാണ് കലാകാരി ശില്പ ഗുപ്ത.
ഇരുട്ടുമുറിയിൽ ഇരുമ്പുകുറ്റികൾക്ക് മുകളിലായി ഘടിപ്പിച്ചിട്ടുള്ള മൈക്കുകളിലൂടെയാണ് കവിതകൾ പെയ്തിറങ്ങുന്നത്. ഒരു കവിയെ തടവിലാക്കിയാലും കലാസൃഷ്ടിയെ തകർക്കാനാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ശില്പ ഗുപ്ത ഈ സൃഷ്ടിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയെങ്കിലും സത്യം അല്ലെങ്കിൽ കലയുടെ വാക്കുകൾ, കലയുടെ ശബ്ദം ലോകം കേൾക്കും, എന്നും ലോകം അത് തിരിച്ചറിയും എന്നുള്ള ഒരു ആശയമാണ്. ഭരണകൂടം കവികളെ നിശബ്ദരാക്കിയപ്പോൾ കവിതകൾ എങ്ങനെയൊക്കെയാണ് പുറം ലോകം കണ്ടതെന്ന് അറിയിക്കുന്ന ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കലാസൃഷ്ടികൾക്ക് ഭരണകൂടങ്ങൾ വിലക്ക് കൽപ്പിച്ചപ്പോൾ കവിതകൾ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന യാഥാർത്ഥ്യവും കലാകാരി ആസ്വാദകർക്ക് പകർന്നു നൽകുന്നു. ഒരു കാലത്ത് കവികളെ ഭരണകൂടങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ കവിതകൾ പല മാർഗങ്ങളിലൂടെ അതിജീവിക്കുകയായിരുന്നു. ആ അതിജീവനത്തിന്റെ മുഴക്കമാണ് നമ്മൾ കേട്ടത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം SS ശരൺ, News 18.